നമസ്തേ. സന്തോഷമെന്നാൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതല്ല, മറിച്ച് ഉള്ളതെല്ലാം ആസ്വദിക്കുന്നതാണ്. സംതൃപ്തിയേക്കാൾ വലിയ രത്നമില്ല. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. സ്വാഗതം രത്നശാസ്ത്ര. നമസ്കാരം. നമസ്കാരം. നമസ്തേ. എനിക്ക് തോന്നുന്നു സാറ് കുറച്ച് നാളായിട്ട് നാട്ടിലൊക്കെ ആയിരുന്നു. ഞാനൊരു 2-3 ആഴ്ചയായിട്ട് നാട്ടിലായിരുന്നു. എന്താണ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ? നാട്ടിൽ കൊടും ചൂടായിരുന്നു. കൊടും ചൂട് അങ്ങനെ പോകുന്നു. വിശേഷം നല്ല വിശേഷങ്ങൾ തന്നെ. നല്ല ചൂടാണ്. ഇവിടെയും നമ്മൾ പതുക്കെ ആ ഒരു ചൂടിന്റെ സമയത്തിലേക്ക് കടക്കുകയാണ്. 2-3 മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പം നോയമ്പ് കാലത്ത് ചൂടുണ്ടാവും. അത് ആ ചൂടിലേക്ക് വരും. ഇപ്പം നാട്ടിൽ പുതിയൊരു ഷോറൂമൊക്കെ നമ്മൾ ആരംഭിച്ചിരുന്നല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇപ്പം 2 മാസമായി നന്നായിട്ട് പോകുന്നുണ്ട്. മറ്റേ പഴയ ഷോപ്പെന്ന് പറയുന്നത് നമുക്ക് 26 വർഷമായിട്ടുള്ള ഷോപ്പാണ്. ജം സ്റ്റോൺസും കാര്യങ്ങളും. ഇത് നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പാണ്. സിൽവർ, കോപ്പർ ഓർണമെന്റ്സ്, ഗിഫ്റ്റ് ആർട്ടിക്കിൾസ്, പെർഫ്യൂംസ് ഒക്കെ ആയിട്ടുള്ള ഏതൊരു സന്ദർഭത്തിനും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആഭരണങ്ങൾ, ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള ആഭരണങ്ങൾ, കുട്ടികൾക്കുള്ള ഗോൾഡിലും സിൽവറിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ലൈറ്റ് വെയ്റ്റ് ഗിഫ്റ്റഡ് ആർട്ടിക്കിൾസ് കൂടുതലായിട്ടുള്ളത്. ഐഡിയൽസ് ഉണ്ട്. പിന്നെ മെറ്റാലിക് ഫൈബർ ആയിട്ട് അടങ്ങിയിരിക്കുന്ന രൂപങ്ങൾ, അതൊക്കെ വീട്ടിൽ ഗിഫ്റ്റ് ചെയ്യാൻ, ഏത് ഒക്കേഷനിലും ഗിഫ്റ്റ് ചെയ്യാനുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് അങ്ങനെ ഒരു ഷോപ്പില്ല. അതൊരു പുതിയൊരു സംരംഭമായിരുന്നു. ഒത്തിണങ്ങി വന്നപ്പം നമ്മളത് വാങ്ങിയിട്ട് അത്രേ ഉള്ളൂ. നന്നായിട്ട് പോകുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ രത്നശാസ്ത്രയുടെ എപ്പിസോഡുകളിൽ രത്നങ്ങൾ, ഇപ്പം മെയിനായിട്ടുള്ള നവരത്നങ്ങളിൽ പെടുന്ന രത്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ അതല്ലാതെ നവരത്നങ്ങളിൽ പെടാത്ത അനേകം രത്നങ്ങളുണ്ടല്ലോ, വളരെ പഴക്കമുള്ള സ്റ്റോണുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഈ കഴിഞ്ഞ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത രത്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. 2 രത്നങ്ങൾ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പം അത് ആ ഒരു എപ്പിസോഡിനൊക്കെ ശേഷം നമുക്ക് വന്ന കുറച്ച് സംശയങ്ങളാണ്. ഇപ്പം എനിക്ക് അനുയോജ്യമല്ലാത്ത ഒരു രത്നം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കയ്യിൽ സൂക്ഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് വരികയുണ്ടായി. അത് സാധാരണ ആൾക്കാരുടെ ഒരു സംശയമാണ്. ഇത് വീട്ടിൽ വെക്കാവോ, എനിക്കത് അനുയോജ്യമല്ല വീട്ടിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സകല സ്റ്റോണിൻ്റെ അടുക്കായിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ എൻ്റെ പരിപാടി തീരേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് രത്നങ്ങൾക്ക് ഫലപ്രാപ്തിയുള്ളൂ. നമ്മൾ പൊതിഞ്ഞ് കൈ വെച്ചിട്ടോ, ഇന്ന് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ രത്നം, ഇപ്പോഴും ആൾക്കാർ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നാൽ രത്നം വാങ്ങിയിട്ട് ഇത് തലേണയുടെ അടിയിൽ കുറച്ച് ദിവസം വെച്ച് നോക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ഒരിക്കലും സയൻറ്റിഫിക്കലി പ്രൂവണല്ല. അത് കൊടുക്കുന്ന ആൾക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വെച്ച് നോക്കാൻ പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പം രത്നങ്ങൾ ഉപയോഗിക്കും മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ചില ചരിത്ര സംബന്ധമായിട്ട് പറയും, കോഹിനൂർ പോലുള്ള രത്നങ്ങൾ വലിയ ക്യാരറ്റേജ് ഉള്ള ഡയമണ്ട്സ് ഹാർഡ്നെസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ ക്യാരറ്റേജ് ഒക്കെ ആ കോഹിനൂർ രത്നം എന്തോ ഇരുന്നിടത്തെല്ലാം ചെറിയ ചെറിയ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേൾക്കാറുണ്ട്. അത് ചരിത്ര സംഭവം എന്നുള്ള രീതിയിലുള്ള ചെറിയ രത്നങ്ങളൊന്നും നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ടും ലോക്കറി വെക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു ദോഷങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളെല്ലാം പല രത്നങ്ങളല്ലേ ഉപയോഗിക്കുന്നത്. ഒരു ഫാമിലിയിൽപ്പെട്ടവർക്കെല്ലാം ഒരേ രത്നമല്ലല്ലോ. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ഉള്ളവർക്കും അത് ബാധിക്കുമല്ലോ. കാരണം രത്നങ്ങൾ നമ്മളുടെ ബോഡിയിൽ അത് ശരിക്കും ആ രത്നം ആ പ്ലാനറ്റിൻ്റെ എനർജി ബോഡിയിലോട്ട് കടത്തി വിടുകയോ ചെയ്യുന്നത്, മറിച്ചല്ല വരുന്നത്. അല്ലാതെ ഇതെപ്പോഴും നമ്മൾ ആഗിരണം ചെയ്ത് അബ്സോർവ് ചെയ്ത് ഒരു ആൻറ്റിന വർക്ക് ചെയ്യുന്ന പോലെ അത് വർക്ക് ചെയ്യുക ചെയ്യണം. അപ്പോൾ അല്ലാതെ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ അടുത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചുകൊണ്ടോ ഒന്നുമില്ല. പിന്നെ ഓപ്പോസിറ്റ് രത്നങ്ങളും ആദ്യം പറഞ്ഞത് 2 രത്നങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളത് അനുയോജ്യമായ ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ആ വ്യക്തിക്ക് അനുയോജ്യമെങ്കിൽ 2, 3, 4 രത്നങ്ങൾ ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. അല്ല,
ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, ചിലരുടെ പ്ലാനറ്ററി പൊസിഷൻസ് വളരെ നല്ലതായിരിക്കും. അവർക്ക് ആ ഗ്രഹങ്ങളിലെല്ലാം രത്നങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം ഓപ്പോസിറ്റായിട്ടുള്ള എനർജി തരുന്ന രത്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നവഗ്രഹങ്ങളിൽ ഓപ്പോസിറ്റ് പ്ലാനറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ചൊവ്വയും ശനിയും സൂര്യനും ഒക്കെ ഓപ്പോസിറ്റായിട്ടുള്ള അവരുടെയൊക്കെ കല്ലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ അറിവുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ അത് ഉപയോഗിക്കും. ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ജാതകക്കാർക്ക് അത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇൻ ജനറൽ അത് ഒരുമിച്ച് ധരിക്കുന്നത് നല്ലതല്ല. അത് കൃത്യമായിട്ടുള്ള ഒരു രത്നനിർണയത്തിലെ ശേഷം അതിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ അനേകം ഉപരത്നങ്ങൾ, സെമി പ്രീഷ്യസ് ആയിട്ടുള്ള രത്നങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡുകളിലും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു രത്നമായിരുന്നു ലാപ്പീസ് ലസൂലി. അതുപോലെ നമുക്ക് അങ്ങനെ സെമി പ്രീഷ്യസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങൾ അഗെയ്റ്റ് എന്ന് പറയുന്ന ഒരു രത്നം പലർക്കും അറിയാം. അഗെയ്റ്റ് ചോദിച്ച് തന്നെ ആൾക്കാർ വരാറുണ്ട്. ഇപ്പോഴ് ഒരു 10 വർഷം മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് അഗെയ്റ്റ് രത്നങ്ങൾ കൂടുതലായിട്ട് ചോദിച്ച് വരുന്നുണ്ട്. അഗെയ്റ്റ് എന്ന് പറയുന്ന രത്നം ഉണ്ടാകുന്നത് തന്നെ ഭൂമിക്കടിയിലെ ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭ ജലത്തിനടിയിലുള്ള ഇഗ്നീസ് റോക്കിൻ്റെ ക്യാവിറ്റികളിൽ സിലിക്ക വന്നടിഞ്ഞ് ഉണ്ടാകും. അത് ഫോർമേഷൻ. അതുപോലെ ചില മലയിടുക്കുകളിലും യമനിലൊക്കെ ഉള്ള ചില മലയിടുക്കുകളിൽ ഇതുണ്ടാകുന്നത് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ രത്നം എന്ന് പറയുന്നത് ഔഗെയ്റ്റ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അഗെയ്റ്റ് ആയിട്ട് മാറിയത്. ഔഗെ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ രത്നം ധരിക്കുന്നത് നമുക്കൊരു വെട്ടവും വെളിച്ചവും പ്രകാശവും ഒക്കെ ലൈഫിൽ ഉണ്ടാക്കും എന്നുള്ളൊരു വിശ്വാസം ഇതിൻ്റെ പുറകിലുണ്ട്. മോക്ഷക്കല്ലെന്നതിന് പേരുണ്ട്. ഹക്കീക്ക് സ്റ്റോൺസ് എന്ന് പറയുന്നതും അഗെയ്റ്റ് തന്നെയാണ്. ഒരു ഹക്കീക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ദുബായി തന്നെയാണെങ്കിലും ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ച് വാങ്ങുന്നുണ്ട്. അത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഹക്കീക്ക് എന്നല്ല വരുന്നത്, അഗെയ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ചാൽസഡോണി ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. ബാൻഡഡ് വെറൈറ്റീസ് ആണ്. ബാൻഡഡ് വെറൈറ്റീസ് ഓഫ് ചാൽസഡോണി ഇൻ വെറൈറ്റി ഓഫ് കളേഴ്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് വെറൈറ്റി കളേഴ്സ് അതിനകത്ത് ബാൻഡ് ഉണ്ടാവും. അതിനകത്ത് ആ കല്ലുകൾക്കല്ല, ഒരുപാട് വെറൈറ്റി ഉണ്ടത്. എനിക്ക് തോന്നുന്നു ഈ അഗേറ്റ് സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നത് ഈ അഗേറ്റ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ച്. അതെ, സ്റ്റോൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ ഡ്യൂറബിലിറ്റി ഉള്ള സ്റ്റോൺ ആണെന്നാണ് പറയുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ യൂസിന് പോലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോൺ. അത് കാരണം ഇതിന് ഷാർപ്പ്നെസ് ഉള്ള സ്റ്റോണാണിത്. പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗ്രീൻ കളേഴ്സ് ഉണ്ട്, യെല്ലോ കളേഴ്സ് ഉണ്ട്, റെഡ് കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കളറിൽ വരുന്നു. അതെ 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 അതെ. അപ്പോൾ ഹക്കീക്ക് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ സുലൈമാനി ഹക്കീക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോൺ ഉണ്ട്. ആ ഒരു പേര് നമ്മൾ ധാരാളം കേൾക്കുന്നു. സുലൈമാനി ഹക്കീക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉള്ളത് അടങ്ങിയിരിക്കുന്ന സ്റ്റോൺസ് ആണ്. അത് ഒരുപാട് ഹീലിംഗ് പവർ ഉള്ള സ്റ്റോൺസ് ആണ്. അത് ഖുറാനിലൊക്കെ ആ സ്റ്റോണിനെ കുറിച്ച് പലയിടത്തും അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ധരിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫറ്റ് മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് യമനി ഹക്കീക്ക് എന്ന് പറയും. ലിവർ അഗെയ്റ്റ് എന്നാണ് പറയുന്നത്. ലിവറിൻ്റെ കളർ അതിന്. അത് കൂടുതലും സ്പിരിച്വലായിട്ടുള്ള ഒരു മൂമെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. നമ്മളുള്ള സ്പിരിച്വാലിറ്റി ഒന്ന് ട്രിഗർ ചെയ്ത് തരും. പിന്നെ അത് കിട്ടുന്നത് വളരെ ദൈവാധീനമായിട്ടും പ്രൊട്ടക്ഷനായിട്ടും ഒക്കെ ഉണ്ട്. അത് യമനിൽ നിന്ന് വരുന്ന ഹക്കീക്ക് സ്റ്റോൺസ് ആണ് ഏറ്റവും നല്ലത്, വേൾഡ് ഫേമസ് ഹക്കീക്ക് സ്റ്റോൺസ്. എനിക്ക് തോന്നുന്നു ഈ രത്നം ഉപയോഗിക്കുന്നത് കുറച്ച് വലിപ്പത്തിലുള്ള, കുറച്ച് വലിപ്പത്തിൽ ഭംഗി. അത് നമ്മൾ സിൽവറിൽ വലിപ്പത്തിൽ കെട്ടിയിടുന്നതാണ് നല്ലത്. ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാർ വരുന്നില്ല സിൽവറിൽ വലിയ സ്റ്റോണുകൾ. കൂടുതൽ സുലൈമാനി ഹക്കീക്കെന്നും യമനി ഹക്കീക്കെന്നും ചോദിച്ചാൽ വരുന്നത്.
അല്ലേ? അത് കറക്റ്റ്. അത് ചോദിച്ച് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അഗെയ്റ്റ് ഇതിനകത്ത് വരുന്നതാണ്. ഔഗെ എന്ന് പറയുന്ന ആ പ്രകാശം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ബോട്സ്വാന ഹക്കിക് സ്റ്റോൺസ് ഉണ്ട്, ബോട്സ്വാനയിൽ നിന്ന് വരുന്നത്. അതിനകത്തും ഗ്രേ കളറിലുള്ളത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിനകത്ത് ഗ്രെയിൻസ് ബാൻഡാണ്. അത് ബാൻഡഡ് വെറൈറ്റീസ് എന്നാണ് പറയുന്നത്. ബാൻഡ് ഇല്ലേ, ചിലത് നമുക്ക് എപ്പോഴും നമുക്ക് കളറിൻ്റെ ചേഞ്ചസ് വരുന്ന ഉണ്ട്. ഇത് കളർ ചേഞ്ചസ് അല്ല, ഇതിനകത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്താൽ നാച്ചുറൽ ബാൻഡാണ് വരുന്നത്. ബാൻഡ്സ് കാണും. അത് പല കളറിലുള്ള ബാൻഡുകൾ ഉണ്ടാവും. അതിൻ്റെ ബാൻഡഡ്, അതിൻ്റെ തന്നെ നമുക്ക് ബീഡ്സിൻ്റെ ബാൻഡ്സ് ഉണ്ട്. അതല്ലാതെ സിംഗിൾ കല്ലുകളായിട്ട് തന്നെ ഉണ്ട്. അതാ ഈ ലിവർ അഗെയ്റ്റൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു വെട്ടവും പ്രകാശവും നമുക്ക് കിട്ടുമെന്നാണ് അതിനകത്ത് ചരിത്രത്തിൽ പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ആളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അതെ, കാരണം അതിൻ്റെ പേര് തന്നെ അതാണല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ പണ്ടത്തെ ആൾക്കാർ അത് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. പ്രവാചകനൊക്കെ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉള്ളതും വളരെ നല്ലതാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ അല്ലല്ലോ, സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്കത് ഉപയോഗിക്കാം. കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല. ഒരു യമനി ഹക്കിക്കോ അല്ലെങ്കിൽ അഗെയ്റ്റിൻ്റെ വെറൈറ്റിയോ, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ബോട്സ്വാന ഹക്കിക് സ്റ്റോൺസ് അത് പല കളറിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാനത് കൃത്യമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചേരുന്ന ഇണങ്ങുന്ന പ്രീഷ്യസ് സ്റ്റോണിൻ്റെ കളറിനനുസരിച്ചിട്ട് ഈ സ്റ്റോണിൻ്റെ കളർ നോക്കിയിട്ട് ഉപയോഗിക്കാം. അത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു രത്നത്തിൻ്റെ ഏത് കളറാണോ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഈ ഹക്കിക്ക് അല്ലെങ്കിൽ അഗേറ്റ് സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെയൊക്കെ ബാഡുകൾ, ഇത് ബാൻഡ്സ് ഒരുപാട് നമുക്ക് കിട്ടും. ബ്രേസ്ലെറ്റ്സ് പോലത്തെ കിട്ടും. വലിയ എക്സ്പെൻസീവ് സ്റ്റോൺസ് അല്ല, എന്നാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്. പക്ഷെ നല്ല കറക്റ്റ് സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഈ പൗഡർ മിക്സ്ഡ് വരുന്നുണ്ട്. ഇത് മനസ്സിലായില്ലേ? പൗഡർ മിക്സ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺ വരുന്നുണ്ട്. അതൊക്കെ വളരെ ചീപ്പാണ്, പക്ഷെ വലിയ വിലയ്ക്ക് ആൾക്കാർ വിൽക്കുന്നുണ്ട്. അത് അവർക്കും അറിയത്തില്ല ഇത് പൗഡർ മിക്സ്ഡ് ആണോ ഒറിജിനൽ ആണോ. ഇപ്പോൾ ടർക്വീസ് എന്ന് പറയുന്ന കല്ലുകൾ തന്നെ ഒരുപാട് പൗഡർ മിക്സ് വരുന്നുണ്ട്. നാച്ചുറലായിട്ട് അല്ലാത്തതല്ലാതെ മാനുഫാക്ചർ ചെയ്ത് വരുന്നത് ആ സ്റ്റോൺസുകളാണ്. അപ്പോൾ അതിനൊക്കെ ടർക്വൈസിനൊക്കെ ആ ഒരു റഫ് ഫിനിഷ്, ഒരു നാച്ചുറൽ ഫിനിഷ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു കളർ പോലൊക്കെ തോന്നും. അത് അതിൻ്റെ ഒറിജിനാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നാച്ചുറലായിട്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ തന്നെയാണിത്. ഗെയ്ത്തിൻ്റെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ആണ്. ഇത് ഉപയോഗത്തിൽ എന്തെങ്കിലും തേയ്മാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കില്ല? ഇല്ല, അങ്ങനെ വരത്തില്ല. അങ്ങനെ വരാൻ ചാൻസസ് ഇല്ല. അതിനൊരു ഹാർഡ്നെസ് ഒരു 6 to 6.5 ഹാർഡ്നെസ് ഇതിനുണ്ട്, ഈ കല്ലിലുണ്ട്. വലിയൊരു സോഫ്റ്റ് സ്റ്റോൺ അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ സ്റ്റോണുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഹീറ്റൊക്കെ ഡയറക്റ്റ് ഇതിലേക്ക് വരാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് ചില കേസുകളിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉണ്ട്. ഞാൻ അതുപോലെ അതിനൊരു ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോൺ മാച്ചിങ് ആയിട്ടുള്ള ഒരു ചാർട്ട്. ഓക്കെ. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഇത് മൈൻ ചെയ്ത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്നതാണ്. ഇതിനകത്ത് ഭൂഗർഭ ജലാശയത്തിനടിയിലും നിന്നും വലിയ മലയിടുക്കുകളിൽ നിന്നുമൊക്കെ കിട്ടുന്ന സ്റ്റോൺസാണിത്. യമനി ഹക്കിക്ക് വളരെ ഫേമസ് ആണ്. അത് നമ്മൾ തീർത്ഥാടന ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് അത് ധരിച്ചിരിക്കുന്നത് കാണാം. അത് അവിടെ ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഈ ഒരു സ്റ്റോൺ അവിടെ തന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് മോതിരത്തിലേക്കൊക്കെ ആക്കാനും അല്ലെങ്കിൽ ധാരാളം കാണാറുണ്ട്. പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ബേസിക്കലി ഇതിനൊരു ചാർട്ടൊന്ന് നോക്കി അനലൈസ് ചെയ്ത ശേഷം മാത്രമാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും സജസ്റ്റ് ചെയ്യാൻ ഹക്കിക്കൊക്കെ ശരിക്കും നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടെ ഞാൻ അങ്ങനെയാണ് പരിശീലിച്ച് പോകുന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ വാങ്ങി ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു
ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഈ വെട്ടവും പ്രകാശവും എന്നുള്ളതാണ് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നത്. പ്രകാശം തരുന്ന ഒരു രത്നം. ഹക്കി. അപ്പോൾ ഈ പ്രകാശം തരാത്ത ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ അസ്ട്രോളജിയിൽ വെച്ച് നോക്കിയാൽ നമുക്ക് സൂര്യചന്ദ്രന്മാരാണല്ലോ വെട്ടവും വെളിച്ചമൊക്കെ തരുന്നത്. അത് വളരെ മോശമായിട്ട് ബർത്ത് ചാർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ ഒരു നെഗറ്റീവ് പോയിന്റിലാണ് ഈ സൂര്യചന്ദ്രന്മാർ നിൽക്കുന്നതെങ്കിൽ ഈ രത്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു ചാർട്ടും ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അഗേറ്റ് സ്റ്റോണ്, ഹക്കിക് സ്റ്റോണ് ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു വെട്ടവും വെളിച്ചവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രത്നമാണ്. അത് മാച്ചായിട്ടുള്ള ഒരു ചാർട്ടിനെ കുറിച്ചാണ് ഒരു ചാർട്ടാണിത്. ഇതിനകത്ത് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് വൃശ്ചിക ലഗ്നമാണ്. 6th ഹൗസ് എന്ന് പറയുന്ന മേടം. വൃശ്ചികത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് മേടത്തിൽ വന്നു. ഇപ്പം മേടത്തിൽ സൂര്യചന്ദ്രന്മാർ നിൽക്കുക. സൂര്യനാണ് നല്ല ബലമുള്ള സമയം, മേടമാസമാണ്. അപ്പോൾ ചന്ദ്രൻ ഇവിടെ തീർത്തും ടോട്ടലി ഡൗൺ ആയിപ്പോയി, ടോട്ടൽ ഡൗൺ ആയിപ്പോയി, ഒരു മൈനസിലായിപ്പോയി. ചന്ദ്രൻ ഒട്ടും ബലമില്ലാതെ വന്നു. കാരണം ഈ ആദിത്യൻ നിൽക്കുന്നത് വളരെ സ്ട്രോങ് പൊസിഷനിലാണ്. അതിൻ്റെ കൂടെ സൂര്യ ചന്ദ്ര കൺജക്ഷനാണ് വന്നിരിക്കുന്നത്. മൂൺ സൺ കൺജക്ഷൻ വന്നപ്പോൾ മൂൺ വളരെ വീക്കായിപ്പോയി. ഇയാൾക്ക് എന്ത് കാര്യത്തിനകത്തും ഒരു മനസ്സുകൊണ്ടുള്ള ഒരു പേടി, ഭയപ്പാട്. അതായത് ചന്ദ്രൻ വളരെ നീചത്തിൽ പോയത് കൊണ്ട് മനസ്സിനൊട്ടും ഒരു ബലം. നീചത്തിലല്ല, ഇത് ഒരു കറുത്ത വാവിന് ജന്മം വന്ന് സൂര്യചന്ദ്രന്മാർ ഒരേ രേഖയിൽ വന്നു. ചന്ദ്രൻ വളരെ വീക്കായിപ്പോയി. ഒരേ സൂര്യനും ചന്ദ്രനും കൺജക്ഷൻ എത്തുമ്പോഴാണ് ഈ അമാവാസി പോലുള്ള സംഗതികൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് തീരെ വീക്കായിപ്പോയി. ചന്ദ്രൻ നമുക്ക് നീചത്തിൽ പോകുന്നത് വൃശ്ചികം എന്ന് പറയുന്ന ഹൗസിൽ വരുമ്പോഴാണ് ഡെബിലിറ്റേഷൻ വരുന്നത്. അത് ഇന്ന ഡിഗ്രിയിൽ വന്നാലേ ഡെബിലിറ്റേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ചന്ദ്രന് ബലമില്ലാതെ പോയപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള എപ്പോഴൊരു പിരിമുറുക്കം, ഒരു ഭയം ഉണ്ട്. ഒരു കൂടുന്ന ഒരു സ്വഭാവം, എക്സ്പോഷർ വരുന്നില്ല പുള്ളിക്ക്. അപ്പം ഇതിനകത്ത് തന്നെയല്ല പുള്ളിക്ക് ബ്രീത്തിങ് ട്രബിൾസ് ഉണ്ട്. ഒരു ഇൻട്രോവേർട്ട് സ്റ്റൈലിൽ പുള്ളി നിൽക്കുന്നത്. സൂര്യൻ ഇങ്ങനെ നിന്നിട്ട് പോലും ഇൻട്രോവേർട്ടായിട്ട് നിന്നു. സൂര്യൻ 6th ഹൗസിലാണ് എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റേതാവും പുള്ളിക്കൊരു മാനസികമായിട്ടൊരു ബലക്കുറവ് എപ്പോഴും ഉണ്ട്. ഇയാൾ ശരിക്കും നല്ല പ്രാണായാമമൊക്കെ ചെയ്യേണ്ട ആളാണ്. നല്ല ബ്രീത്തിങ് എക്സസൈസും പ്രാണായാമം കൊണ്ട് ഒരു പരിധി വരെയും പുള്ളിക്ക് ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കും. പിന്നെ കൗൺസിലിംഗ് കൊണ്ടും പ്രാണായാമം കൊണ്ടുമൊക്കെയാണ് ഇത് കൂടുതലും ഇതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് റണ്ണിൽ മൈൻഡ് സെറ്റൊക്കെ മാറി വരും. ഇദ്ദേഹത്തിന് ഞാൻ കോറൽസ് കൊടുത്തിട്ടുണ്ട്. റെഡ് കോറൽ, വൃശ്ചിക ലഗ്നോ ആണ്. റെഡ് കോറൽ അത് പോയി നിൽക്കുന്നത് 9th ഹൗസിലാണ് പോയി നിൽക്കുന്നത്. കർക്കിടകത്തിലാണ് പോയി നിൽക്കുന്നത്. കർക്കിടകത്തിൽ ഈ ചൊവ്വയ്ക്കൊരു നീചസ്ഥിതി ഉണ്ടെങ്കിലും ലഗ്നാധിപനായതുകൊണ്ട് ചന്ദ്രൻ വളരെ വീക്കായിപ്പോയി. കർക്കിടക ലഗ്നത്തിൻ്റെ അധിപൻ വീക്കായിപ്പോയി. അപ്പോൾ കർക്കിടക ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയെ നമ്മൾ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അതായത് മനസ്സിന് ഒരു ധൈര്യം കൊടുക്കുന്ന ആള് ഈ ചന്ദ്രനാണ്. അത് ഭയങ്കര വീക്കായി പോയി. പകരം ചൊവ്വയെ കൊണ്ട് നമ്മളത് ബലപ്പെടുത്തും. ചന്ദ്രൻ്റെ സ്റ്റോൺ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 6th ഹൗസിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ കല്ലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അതൊരു മേലെ ചന്ദ്രനെ വീണ്ടും അത് ഡീആക്ടിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ. ചന്ദ്രൻ വീണ്ടും മൈനസിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോൾ ചൊവ്വയെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു. പുള്ളിക്ക് ഞാൻ റെഡ് ഈ അഗെയ്റ്റ് സ്റ്റോൺ, അതായത് നമ്മൾ യമനി ഹക്കിക് സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോണും കൂടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിവർ റെഡ്. അപ്പോൾ നമ്മൾ ആ ചൊവ്വയുടെ കല്ലുമായിട്ട് അത് മാച്ചിങ് ആണ്. മനസ്സിനൊരു ധൈര്യവും കണ്ടാൽ അൺകട്ട് റൂബി പോലെ ഇരിക്കുന്നത്. കട്ട് ചെയ്യാത്ത കമ്പോഷൻ ടൈപ്പ് റൂബിയുടെ കളറാണ് ഇതിന് വരുന്നത്. ലിവറിൻ്റെ കളറാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് മഹത്വം ഉള്ള സ്റ്റോണായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ
ഔഗൈ എന്ന് പറയുന്നത് പ്രകാശം. ആ പ്രകാശം പുള്ളിക്ക് ലഭിക്കണമെങ്കിൽ ആ ചന്ദ്രനും കൂടെ ഒന്ന് എൻഹാൻസ്ഡ് ആകണം. അപ്പം ആ ഒരു പ്രകാശം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഡ് കോറൽ വരുമ്പോൾ പുള്ളിക്ക് ഭയങ്കര പുഷിങ് വരും. ബട്ട് കോറൽസ് അറിയാമല്ലോ, ചൊവ്വയുടെ സ്റ്റോൺ മാച്ചിങ് ആയിട്ട് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് അവർക്ക് ഈ സ്റ്റോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. ആൾ ഇൻട്രോവേർട്ട് ആണ് സാറ് പറഞ്ഞു. അപ്പോൾ അതിനെ മറികടക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഈ അഗേറ്റും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് ചേഞ്ചസ് തീർച്ചയായിട്ടും വരും. അപ്പോൾ അത് പുള്ളിക്ക് ആ നല്ല നമുക്കെപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മനോബലത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത് ശരിക്കും ചന്ദ്രൻ തന്നെയാണ്. ചന്ദ്രൻ വീക്കായിട്ട് നിൽക്കുന്ന ചാർട്ടിൽ നമുക്ക് കണ്ടാൽ അറിയാം ആൾ വീക്കാണ്. മാനസികമായിട്ടാണ് ആളെ ബാധിക്കുന്നത്. മനസ്സിലായില്ല, മനസ്സിന് പവറും ശക്തിയും ഒക്കെ തരുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റോൺ ഫയർ. അത് എനിക്ക് തോന്നുന്ന ഒരു വട്ടവും പ്രകാശമാണല്ലോ, അതായിരിക്കാം. പിന്നെ സ്മോക്കിങ് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഗീറ്റ് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ബോട്സ്വാന ഹക്കീക്ക്. അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു രത്നം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ രത്നനിർണയത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എപ്പിസോഡുകളിൽ നമ്മൾ ഫസ്റ്റ് ഹൗസിനെ ലഗ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പറയാറുണ്ട്. അതായത് ഈ ഫസ്റ്റ് ഹൗസിന് ഈ സോഡിയാക് സൈനുകൾ ഓരോ സൈനുകളിലുമുള്ള ഒരു പ്രാധാന്യം നമ്മൾ 12 ആണല്ലോ, 12 സൈനുകളാണല്ലോ. 12 സൈനുകളും ഫസ്റ്റ് ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബർത്ത് ടൈം കൊണ്ട് വരുന്നതാണ്. 12 ഹൗസിലും നമുക്ക് ലഗ്നമായിട്ട് വന്നാൽ ഓരോ ഹൗസിലും ലഗ്നം ഫസ്റ്റ് ഹൗസ് വന്നാൽ റൈസിങ് സൈൻ വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിൽ സംസാരിക്കാം. നമുക്ക് വരുന്ന എപ്പിസോഡുകളിലേക്ക് ആ ഒരു വിവരം കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.